എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്താ പറയുക, പാലക്കാട് നടന്ന റോഡ് ഷോ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമ്മൾ സർക്കാരിന്, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഭയങ്കര മുറുമുറുപ്പ്, അതിൻ്റെ തെറ്റുകളും കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആദ്യം വന്നിട്ടുള്ളത് നമ്മുടെ AK ബാലനാണ്. അപ്പോ AK ബാലന് ഭയങ്കര പരാതി. കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന വലിയ റോഡ് ഷോ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന മനുഷ്യരെ എല്ലാവരെയും ആ ഷോയുടെ ഒന്ന് രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ ഇടയായപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഈ റോഡ് ഷോ നടത്തുമ്പോൾ ഒരു നേതാവ് റോഡ് ഷോ നടത്തുമ്പോൾ ആ നേതാവിനെ കാണുമ്പോൾ ആ പാലക്കാട്ടുകാരുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങള് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ഓരോ കുട്ടിക്കുഞ്ഞ് അപാലവൃദ്ധം മനുഷ്യരുടെയും മുഖത്ത് മിന്നിമറയുന്ന ഒരു ഭാവങ്ങൾ കാണുമ്പോൾ ചിലർക്ക് സങ്കടം വരുന്നു, ചിലർക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ, ചിലർക്ക് ചിരിച്ചിട്ട് ബോധമില്ല, ചിലർക്ക് ആനന്ദം കൊണ്ട് ആറാടുന്നു. അങ്ങനെ പലരുടെയും മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ ശ്രദ്ധിച്ചാല് വല്ലാത്തൊരു ചേതോ വികാരമാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക. കാരണം ഒരേ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു സാധാരണ പച്ചയായ, നമ്മളെ പോലെ തന്നെ സാധാരണ പച്ചയായ ഒരു മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു സാധാരണ, അതായത് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നു അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഇത്രയും ആവേശത്തോടു കൂടിയിട്ട് ജനങ്ങള് അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കാണിക്കുന്ന ആ ഒരു സന്തോഷങ്ങളും അവരുടെ ആനന്ദാസുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഇന്നലെ പാലക്കാട്ടുകാരുടെ ആ ഒരു റോഡ് ഷോ കണ്ടപ്പോൾ ഈ ദൈവത്തെ കണ്ടവരാരുമില്ല. പക്ഷേ സത്യത്തില് ഇപ്പോ ഒരു ദൈവം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തെ അവർ എങ്ങനെയായിരിക്കും കാണുന്നത്? നമ്മുടെ മുന്നിലെങ്കിലും ഇപ്പോ പെട്ടെന്നൊരു ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാവം എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിന് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്നലെ പാലക്കാട്ടുകാരുടെ മുൻപില്, അത് ആ നരേന്ദ്രമോദിജി വരുമ്പോ ആ റോഡ് ഷോയിലാണ് എനിക്ക് ആ മനുഷ്യരുടെ മുന്നിൽ മുഖത്തുള്ള ഭാവങ്ങൾ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത്. അപ്പോ ഇന്നലെ പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 38, 39, 40 ഡിഗ്രി ചൂടാണ്. ഇത്രയും വലിയ ചൂടിലാണ് ഈ ഒരു മനുഷ്യൻ, വെന്തുരുകുന്ന ചൂടാണ്. ആ വെന്തുരുകുന്ന ചൂടിലാണ് ഈ തുറന്ന ഒരു വാഹനത്തില് അദ്ദേഹം റോഡ് ഷോ നടത്തിയത്. ആ തുറന്ന വാഹനത്തില് റോഡ് ഷോ നടത്തുമ്പോ അതിനിടയില് കൂടെ കയറിയ, അതായത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ SPG എന്താ പറയാ, സുരക്ഷയുടെ ഭാഗമായിട്ട്, SPG സുരക്ഷയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പല പ്രോട്ടോകോളുകളും പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അത് പാലിക്കപ്പെടേണ്ടതിന്റെ മുമ്പിൽ BJP എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ ആരും അതിന് ബാധകമല്ല. അവര് പറയുന്ന SPG പറയുന്ന പ്രോട്ടോകോൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും വലിയ ചൂടിൽ ഇത്രയും ജനങ്ങളുടെ മുൻപില് ഒരു റോഡ് ഷോ നടത്തുമ്പോൾ ആ റോഡ് ഷോയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ റോഡ് ഷോയിൽ കൂടെ നിർത്തിയ ആൾക്കാര് അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്നുള്ള തരംതിരിവില് അദ്ദേഹത്തിനൊപ്പം ഇന്നലെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ PKD പാലക്കാട് ഉള്ള സ്ഥാനാർത്ഥി പിന്നെ ശ്രീ കൃഷ്ണകുമാറും പിന്നെ പൊന്നാനി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതാജിയുമാണ്. പിന്നെ കൂടെ സുരേന്ദ്രൻ ജിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ പ്രധാനമന്ത്രി, അപ്പോ അവര് നിശ്ചയിക്കുന്ന LPG നിശ്ചയിക്കുന്ന പ്രോട്ടോകോളിന് അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും പോകാനായിട്ട് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. അത് ആരാണെങ്കിലും കൂടി നമുക്ക് അതിനുള്ള അവകാശമില്ല. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഇത്രയും കാലം നാട് ഭരിച്ചിട്ടുള്ള മാർക്സിസ്റ്റുകാർക്കായാലും കോൺഗ്രസ്സുകാർക്കായാലും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന്റെ പ്രോട്ടോകോൾ എന്താണെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും. എന്നാലും ഈ പാഷാണത്തി കൃമികളെ പോലെ അവരതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനായിട്ട്, ഇപ്പൊ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഒരാൾ മെനക്കെട്ട് നടന്നു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കണ്ടുകൂടാത്തവനെ കള്ളു കുടിച്ചാലും കണ്ടുകൂടാ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ അന്തം കമ്മി സർക്കാർ ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നടന്ന റോഡ് ഷോയില് അതില് നമ്മുടെ മലപ്പുറം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം എന്ന അദ്ദേഹത്തെ ഒഴിവാക്കി, അദ്ദേഹത്തെ സങ്കടപ്പെടുത്തി, അദ്ദേഹത്തെ വേറിട്ട് നിർത്തി. ആ ഡോക്ടർ അബ്ദുൽ സലാമിനെ വേറിട്ട് നിർത്തിയത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ്, അദ്ദേഹത്തിന് കൊമ്പുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് സർവമാന മീഡിയാസും, അതായത് ഇന്ന് നമ്മുടെ കേരളത്തില് ഒരു ഡോക്ടർ അബ്ദുൽ സലാം എന്ന് പറയുന്ന
BJP-യുടെ, അത് മറ്റു പാർട്ടിക്കാരുടെ ഒന്നുമല്ല, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ BJP കുടുംബത്തിലെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലെ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടില് ഈ അന്തംഗമികൾ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തവളകളെ പോലെ കരയുന്നതെന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ കുടുംബത്തെ കാര്യം അവർക്ക് അന്വേഷിച്ചാ പോരെ? അതല്ലേ മാന്യത? അപ്പൊ നമ്മുടെ കുടുംബത്തോട്ട് കയറി വന്നിട്ട് വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാനായിട്ട് ഇവരെ ആരും വിളിച്ചില്ലല്ലോ. അപ്പൊ എല്ലാവരും കൂടി കിടന്നിട്ട് ഭയങ്കരമായ കരച്ചില്. ഇന്നലെ റോഡ് ഷോ നടത്തിയതില് ഡോക്ടർ അബ്ദുൾ സലാം എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പിന്നെ മാന്യതയുണ്ടെങ്കിൽ ഇനി ആ പാർട്ടിയിൽ തുടരാൻ പാടില്ല, അദ്ദേഹത്തിന് പിന്നെ നാണമുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ ഇനി രാജിവെച്ച് പുറത്തു പോകണം എന്നൊക്കെയാണ് പലരും ഇവിടെ കിടന്നിട്ട് കുരയ്ക്കുന്നത്. അപ്പൊ ഈ കുരയ്ക്കുന്ന കൂട്ടത്തില് ഞാൻ ഈ പറയുന്ന കുരയ്ക്കുന്നവരോട്, ഈ കുരയ്ക്കുന്ന പട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, നിങ്ങൾ ആദ്യം തന്നെ കുര നിർത്തും. എന്നിട്ട് നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ ബാലനാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത്. ബാലന്റെ വോയിസ് സന്ദേശമൊക്കെ ഞാൻ കേട്ടായിരുന്നു. വോയിസിൽ പറയുന്ന അയാളുടെ ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ബാലൻ പറയുന്നത് ഈ മോദിജിയുടെ റോഡ് ഷോയില് എന്താ പറയാ, ഡോക്ടർ അബ്ദുൾ സലാമിനെ ഒഴിവാക്കിയതാണ്, അതെന്തുകൊണ്ട്, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് എന്നാണ് ബാലൻ കിടന്നു കുറയ്ക്കുന്നത്. അപ്പൊ ഈ ബാലനോടുള്ള മറുപടി ഞാൻ ആദ്യം പറയാം. എന്റെ പൊന്നു ബാല, നിങ്ങൾ AK ബാലനോടാണ് ഞാൻ പറയുന്നത്. എന്റെ പൊന്നു ബാല, നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇത്രയും വലിയ ചൂടില് ഒരു പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുമ്പോ അത് അദ്ദേഹത്തിന്റെ കഴിവാണ്, ആ രാജ്യം ഭരിക്കുന്ന സ്വയം സേവകന്റെ കഴിവാണ് ഇത്രയും വലിയ ചൂടില് അദ്ദേഹം ആ റോഡ് ഷോയിൽ പങ്കെടുത്തത്. അതായത് ഞാൻ തണുത്ത കാറില്, അതായത് വളരെ കൂളിംഗ് ആയിട്ടുള്ള കാറിൽ അടച്ചുപൂട്ടി നടന്നിട്ട് മറ്റുള്ളവര് വെയിൽ കൊണ്ട് നടന്നോട്ടെ എന്നുള്ള ഒരു കാണിക്കലല്ല അദ്ദേഹം കാണിച്ചത്. ഞാൻ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവര്, എന്റെ പ്രവർത്തകരും എന്റെ അണികളും എന്റെ കുടുംബം മൊത്തം വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഞാനും ആ വെയിലത്ത് തന്നെ സഞ്ചരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ കാണേണ്ടത്. അതിന് പകരം ഈ AK ബാലന്റെ പുഴുത്ത മനസ്സും വെച്ചിട്ട് അയാൾ കാണുന്ന അന്തംകമ്മി കണ്ണിലൂടെ നോക്കിയപ്പോൾ അയാൾക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ കാര്യം, ഇത് BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന കുടുംബത്തുണ്ടായ സംഗതിയാണ്. അതിന് ഈ പറയുന്ന ഒരു ബന്ധവുമില്ലാത്ത AK ബാലൻ അതിൽ യാതൊരു അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യവുമില്ല. വിളിക്കാത്ത സദ്യക്കാണ് ബാലൻ ഉണ്ണാൻ വന്നത്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളില് ഒരിക്കൽ ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ പറയുമ്പോൾ അവരുടെ പ്രോട്ടോകോളാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത്. ഇനി രണ്ടാമത്, ഈ ഡോക്ടർ അബ്ദുൾ സലാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പരാതിയും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പൊ നിങ്ങളുടെ പ്രശ്നം കുത്തിത്തിരിപ്പാണ്. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ആ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ഈ സകലമാന മീഡിയാസും സകലമാന ആൾക്കാരും ശ്രമിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഈ അന്തംകമ്മികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്തംകമ്മികളുടെ കൂട്ടത്തില് ഈ AK ബാലനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാര്യങ്ങൾ അന്വേഷിക്കേ. നിങ്ങളുടെ കുടുംബത്ത് നിങ്ങള് ഈ എന്താ പറയാ, ഒരു ജനങ്ങളെ സേവിക്കാൻ എന്ന മട്ടില്, ഒരു പൊതുജന ശ്രദ്ധ എന്ന മട്ടില് നിങ്ങളൊരു പരിപാടി നടത്തിയല്ലോ. ഈ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും കട്ടുമുടിച്ച്, ആ പാവപ്പെട്ട ജനങ്ങളുടെ പൈസയും കൊള്ളയടിച്ച്, ആ പൊതു ഖജനാവിലെ പണം ദൂർത്തടിച്ച്, കോടികൾ ചെലവാക്കിയിട്ട് ഒരു ബസ്സും മേടിച്ച്, ആ ബസ് AC ഒക്കെ ചെയ്ത് അതിന് ടോയ്ലറ്റ് വരെ സൗകര്യമുണ്ടാക്കുന്ന, ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബസ് ഉണ്ടാക്കിയിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുക, ഉറങ്ങുക, അപ്പിയിടുക എന്ന് പറയുന്ന ആ ഒരു കലാപരിപാടികൾ മാത്രം നടത്താൻ വേണ്ടി അതായത് ഓരോ നാടുകളിലേക്കും ഇറങ്ങി ആ ഓരോരോ ജില്ലകളിലെയും ഭക്ഷണങ്ങൾ കഴിക്കുക, അപ്പിടുക, കിടന്നുറങ്ങുക എന്നുള്ള സൗകര്യങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഒത്തിണക്കിക്കൊണ്ട് കുറെ അന്തംകമ്മികള്, കുറെ അന്തംകമ്മി വേസ്റ്റുകള്, ഭൂമിക്ക് ഭാരമാണ് ഇവന്മാര്, അങ്ങനെയുള്ളവര് കുറെ കാലം തിന്നും കുടിച്ചും പിന്നെ അപ്പിയിട്ട് വെച്ച് നടന്നിരുന്ന ഒരു ബസ് യാത്ര കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ ആ ബസ് യാത്രയൊക്കെ വെച്ചിട്ട് ബാല, നമ്മളൊക്കെ ഇപ്പൊ നടക്കുന്ന ഈ ഒരു കാര്യം വളരെ മഹത്വമാണ്, വളരെ മഹത്തരമാണ്. അതിനെ ഒന്ന് നാണം കെടുത്തി പറയാനായിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. അതായത് നിങ്ങള് പൊതു ഖജനാവിലെ പണം കൊള്ളയടിച്ചിട്ട് ഈ പറയുന്ന കേരള യാത്ര എന്താണ് അതിനൊരു പേരുണ്ടായിരുന്നല്ലോ, ആ യാത്ര, അതായത് താഴത്തുനിന്ന് പടിയിറങ്ങാനായിട്ട് ലിഫ്റ്റ് വേണം. അതാണ് നമ്മുടെ കേരള രായാവിന്റെ അവസ്ഥ. കേരള രായാവിന് ഒരു കാലെടുത്തൊന്നും മുകളിലോട്ട് വെക്കാൻ പറ്റില്ല. കേരള രായാവിന്റെ, ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ പറയുന്നത്, ഈ കേരള രായാവിന് കാലെടുത്തൊന്ന് പൊക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് വേണം. ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് വേണം. അപ്പൊ അതിന് പോലും ഇനിയിപ്പോ ടോയ്ലറ്റിൽ പോയി പിണറായി വിജയൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് വല്ല ക്രെയിനും വെച്ച് പൊക്കിയിട്ട് ഇയാളെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചെടുക്കുവാണോ എന്നുള്ളത് നമുക്കറിയില്ല.
ആ അവസ്ഥയായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള അതും അവരവരുടെ പോക്കറ്റിലെ പണം കൊണ്ടല്ല അത് ചെയ്യുന്നത്, ഖജനാവ് ദൂർത്തടിച്ചിട്ടാണ്. അപ്പൊ ഖജനാവിലെ കോടികൾ ദൂർത്തടിച്ചിട്ട് അപ്പിയിടാനും ബസ്സില് കക്കൂസ് ഉണ്ടാക്കാനും അവിടെ തിന്നും കുടിച്ചും മതിക്കാനും ഉണ്ടാക്കുന്ന നിങ്ങളുടെ സൗകര്യങ്ങളും അതിനനുസരിച്ചിട്ട് ഖജനാവ് ഇപ്പം പൂച്ച വെട്ടി കിടക്കാന്ന് പറയുന്നു. നാട്ടിലൊരു മനുഷ്യനെ പട്ടിണി പാവങ്ങൾക്കൊന്നും പെൻഷൻ കിട്ടിയിട്ട് കാലങ്ങൾ ഒരുപാടായിട്ടുണ്ട്. അതുങ്ങൾ മുഴുവൻ പട്ടിണിയാണ്. എന്നാലും കൂടി കേരളത്തിലെ ഖജനാവിലെ പണം കൊള്ളയടിച്ച് അവസാനം ഇപ്പൊ കേരള രാജ്യം തന്നെ അവസാനിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് നിൽക്കുന്ന സർക്കാരില് ഈ 38, 39, 40 ഡിഗ്രി ചൂടില് ഒരു ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോ ആ പ്രധാനമന്ത്രിയുടെ യാത്രയിൽ അവിടെ എന്താ ഉണ്ടായി ഇവിടെ എന്താ ഉണ്ടായി എന്നുള്ള നെഗറ്റീവ് മാത്രം നോക്കാതെ അവിടെ നടക്കുന്ന അദ്ദേഹം ചെയ്യുന്ന മഹത്തരമായ അദ്ദേഹത്തിന്റെ ഈ 75-ാം വയസ്സിലും അദ്ദേഹത്തിന്റെ 78 വയസ്സം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പ്രധാനമന്ത്രിക്ക്. അത്രയും വയസ്സിലുള്ള മനുഷ്യന് ഈ കൊടും ചൂടിൽ ചെയ്ത ആ യാത്രയെ അംഗീകരിക്കൂ ബാല. അല്ലാതെ ബാലൻ ഈ പറയുന്ന പോലെ ബാലന്റെ പാർട്ടി ചെയ്യുന്ന പോലെ ബാലന്റെ മുഖ്യമന്ത്രി അടിമ കമ്മി ചെയ്യുന്ന പോലുള്ള പ്രവൃത്തികളൊന്നും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല. 1 രൂപ കൊണ്ടുള്ള പോലുള്ള ദ്രോഹം ഒരാൾക്കും ചെയ്യുന്നില്ല. 1 രൂപ കൊണ്ട് പോലുള്ള ദൂർത്തടി അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറയുമ്പോൾ ബാലൻ നോക്കേണ്ട മറ്റൊരു വസ്തുത, അവനവന്റെ സ്വന്തം പാർട്ടിയിൽ നിൽക്കുമ്പോഴും അവനവന്റെ സ്വന്തം പാർട്ടിയിലുള്ള അണിയെ അതായത് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന ടീമാണ് AK ബാല. സ്വന്തം പാർട്ടിയിലെ സ്വന്തം സഹപ്രവർത്തകനെ സ്വന്തം ആൾക്കാർ തന്നെ 51 വെട്ടി കൊന്ന് ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവസാനത്തെ വായ്ക്കരി ഇടാൻ പോലും അവസരം കൊടുക്കാതെ സ്വന്തം അണികൾ തന്നെ കൊലപ്പെടുത്തിയിട്ട് 51 വെട്ടി പൈശാചികമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ടീമാണ് പറയുന്നത് പ്രധാനമന്ത്രിയുടെ കൂടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല മുസ്ലിം ആയതുകൊണ്ടാണെന്ന്. നാണമുണ്ടോ ബാല? നാണമുണ്ടോ നിനക്ക്? ഉളുപ്പുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാനായിട്ട്? ഈ ഇരട്ടത്താപ്പിനും വേണ്ട ഒരു പരിധിയൊക്കെ, ഇരട്ടത്താപ്പിനും വലിയ ഒരു അന്തസ്. അതെല്ലാം മറന്നിട്ട് പിന്നെ ഇനി നിങ്ങളുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ 9 വയസ്സായാലും 7 വയസ്സായാലും കുഞ്ഞു മക്കളെ ആ വാളയാർ പീഡനം അടക്കം, ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നുള്ളൂ, വാളയാർ പീഡനം അടക്കം ആ കുഞ്ഞു മക്കളെ കാലങ്ങളോളം കൊല്ലങ്ങളോളം പീഡിപ്പിച്ച് അവസാനം കൊന്നു കെട്ടിത്തൂക്കിയിട്ട് ആ ചെയ്തവനെ പുഷ്പം പോലെ ഇറക്കി കൊണ്ടുപോയ ടീമാണ് പറയുന്നത് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ സ്ഥാനാർത്ഥിയെ കയറ്റിയില്ല പോലും. അതും പോരാതെ ഇപ്പൊ DYFI എന്ന് പറയുന്ന ഇതിന്റെ പോഷക സംഘടന, ഈ പറയുന്ന അന്തംകമ്മിയുടെ പോഷക സംഘടന ഒരു പാവം ചെറുപ്പക്കാരനെ 3 ദിവസങ്ങളോളം പച്ചവെള്ളം കൊടുക്കാതെ പീഡിപ്പിച്ച് അടിച്ചു കൊന്നിട്ട് അത് ഈ പറയുന്ന നാട്ടിലെ സുഡാപ്പികളായിരിക്കും. ഈ നിരോധിച്ച സംഘടനയിലെ അത് മുഴുവനും ചേക്കേറിയിട്ടുള്ളത് ഈ പറയുന്ന അന്തംകമ്മികളുടെ കൂട്ടത്തിലേക്കാണ്. അവർ ആ പയ്യനെ അടിച്ചു കൊന്നിട്ട് ഇന്നത്തെ തീയതി വരെ അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളോ കാര്യങ്ങളോ അവശേഷിപ്പിക്കാതെ അത് മുഴുവൻ തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുന്ന ഒരു പോലീസിനെ കൊണ്ട് നടക്കുന്ന ഈ സർക്കാര് പറയുന്നതാണ് എന്ത് പ്രധാനമന്ത്രിയുടെ കൂടെ മുസ്ലിം ആയതുകൊണ്ട് ഡോക്ടർ അബ്ദുൽ സലാമിനെ അദ്ദേഹത്തിന് ഒരു പരാതിയില്ല, കയറ്റിയില്ലെന്ന്. ഇനി ഇതിനൊക്കേത്തിലും പുറമെ ഈ അരിയും മലരും വാങ്ങി വെച്ചോ, നാട് മൊത്തം കുട്ടിച്ചോറാക്കും ഞങ്ങള് കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന ഒരു ടീം SDP നിരോധിച്ച സംഘടനയായിട്ടും ആ നിരോധിച്ച സംഘടനയിൽ അടക്കം പോയിട്ട് ഇപ്പോ ഇഫ്താർ വിരുന്നുണ്ണാനും അവരെ താലോലിക്കാനും എല്ലാത്തിനും അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളാണോ പറയുന്നേ? കൂട്ടത്തിൽ ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കുന്ന നിങ്ങളാണോ പറയുന്നേ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളെ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന്? നാണമുണ്ടോ ബാല? ഒരു ലേശം ഉളുപ്പുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇത്രയും കാലങ്ങൾ ഭരിക്കുന്ന, അതായത് ഇപ്പം 7-8 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ എന്താണെന്നും അയാൾ ചെയ്തു കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ എന്താണെന്നും മുഴുവനും കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ബാലൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇടുക്കി ഗോൾഡ് ഉണ്ടല്ലോ, ആ ഇടുക്കി ഗോൾഡാണ് പറഞ്ഞത് ഒന്നിനെ വെട്ടിയാണ് കൊന്നത്, ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ വെടിവെച്ച് കൊന്നു, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെയാണ് ഈ കൊന്നു പറയുന്നത്. വെറും മനുഷ്യനെ, ഉറുമ്പിനെ കൊന്നു എന്ന് പറയുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഇടുക്കി ഗോൾഡ് പറഞ്ഞത്. ഒന്നിനെ വെടിവെച്ചാ കൊന്നത്, ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ ചുട്ടുകൊന്നു എന്നൊക്കെ പറയുന്ന ലാഘവത്തോട് കൂടിയിട്ട് പറയുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഈ കൊലപാതകങ്ങൾ മുഴുവനും നടത്തുന്ന ടീം പറയുന്നു മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിയില്ലെന്ന്. അതായത് കുത്തിത്തിരിപ്പാണ് മെയിൻ പ്ലാന്.
അപ്പൊ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോ ബാല താൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ദിനം പ്രതി പാർട്ടിയിൽ ഉണ്ടാകുന്ന അഴിമതികള്, ദിനം പ്രതി മുഖ്യമന്ത്രി നടത്തുന്ന അഴിമതികള്, ദിനം പ്രതി മുഖ്യമന്ത്രിയുടെ കുടുംബമടക്കം മോളടക്കം പങ്ക് പറ്റിയിട്ടുള്ള നോക്കുകൂലി അടക്കം പങ്ക് പറ്റിയിട്ടുള്ള സ്പ്രിംഗ്ലർ, ലൈഫ് മിഷന്, അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, അതുപോലെ എന്താ പറയാ എണ്ണിയാൽ ഒടുങ്ങാത്ത ലാവ്ലിൻ കേസ് എന്ന് വേണ്ട എണ്ണിയാൽ ഒടുങ്ങാത്ത കേസുകൾ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലൊക്കെ ഇരിക്കുമ്പോ ബാലൻ ഒരു കാര്യം ചെയ്യൂ, ഈ പറയുന്ന സംഗതികൾക്കൊക്കെ ഒരു നിധാനം ഉണ്ടാക്കൂ. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കൂ. കാരണം സ്വന്തം പാർട്ടിയില്ലേ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം എത്തിയിട്ട് ഇനി അടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? അവനവന്റെ വീട്ടിലുണ്ടല്ലോ സ്വന്തമായിട്ട് ഒരെണ്ണം, അതിനെ അങ്ങ് നോക്കി നിർവൃതി അടഞ്ഞാ പോരെ. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറിയിട്ട് അവനന്റെ വീട്ടിലെ എല്ലാ വീടുകളുടെ മുൻപിലും ഒരു അതിർരേഖ ഉണ്ടാവും. ആ അതിർരേഖ ലംഘിച്ചിട്ട് ആർക്കും കിടക്കേണ്ട കാര്യമില്ല ബാല. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, റോഡ് ഷോ ആണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പം കേരള രായാവ് ഭരിക്കുന്ന നാട്ടില് കേരള രായാവാണെങ്കിൽ ഇങ്ങനെ നടക്കുവോ ചൂടത്ത്? ബാലന്റെ നേതാവിന് പറ്റുമോ? ഒരു മിനിറ്റ് നേരം എങ്കിലും ഈ പറയുന്ന കേരളം ഭരിക്കുന്ന കേരള രായാവ് ഈ വെയിലും കൊണ്ട് നടക്കാൻ പറ്റുമോ? ബാലന് പറ്റുമോ മുഖ്യമന്ത്രി കൊണ്ട് ചെയ്യിക്കാൻ? ഇനി ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടോ? ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരുപാട് വലിയ മൂല്യം കൽപ്പിക്കുന്ന പാർട്ടിയല്ലേ അന്തംകമ്മി പാർട്ടി. അപ്പൊ ഈ അന്തംകമ്മി പാർട്ടി ഈ പറയുന്ന മറ്റുള്ളവനെ നോക്കിയിട്ട് ഇങ്ങനെ പല്ലിളിക്കുമ്പോൾ ബാക്കി എല്ലാവരും കണ്ടിട്ടാണ് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മോന്ത നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റാത്തതുള്ളൂ എന്ന് ചിന്തിക്കണം. ഈ എല്ലാവരുടെ നേരെയും തിരിഞ്ഞിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുമ്പോ ബാലൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരവരിൽ എന്തുമാത്രം കുറ്റങ്ങളും കുറവുകളും കൊണ്ട് ചീഞ്ഞു നാറിക്കിടക്കാണ് ഈ പറയുന്ന അന്തംകമ്മി സർക്കാർ. അത് നോക്കിയാ പോരെ. നമ്മുടെ കൂട്ടത്തിലുള്ള കുറവുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ കൂട്ടത്തില് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഇന്നൊരു പോസ്റ്റ് വായിക്കാനായിട്ട് ഇടയായി. പോസ്റ്റ് ഇങ്ങനെയാണ്: നാണമോ മാനമോ ആത്മാഭിമാനമോ ഉണ്ടെങ്കിൽ NDA സ്ഥാനാർത്ഥി അബ്ദുൾ സലാം BJP-യിൽ നിന്ന് രാജിവെച്ചു പുറത്തു വരണം. മോദിയുടെ റോഡ് ഷോയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ട്? ആത്മാഭിമാനം പണയം വെച്ച് അബ്ദുൾ സലാം BJP-യിൽ തുടരേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. ഇത് ആരാണ് പറഞ്ഞതെന്നറിയോ? അഡ്വക്കേറ്റ് AK നസീർ. ഈ അഡ്വക്കേറ്റ് AK നസീർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ BJP-കാരനായിരുന്നു, BJP-യിൽ ഉണ്ടായിരുന്നു. BJP-യുടെ ന്യൂനപക്ഷം മറച്ചുവേണ്ടി ആരുടെ എന്തിന്റെയൊക്കെയോ അദ്ദേഹം അതിന്റെ എന്താ പറയാ വക്താവൊക്കെ ആയിരുന്നു. ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് ബഹുമാനം തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടേ തൊട്ട്. പക്ഷേ ഇപ്പോ ഈ കുത്തിത്തിരിപ്പും കൊണ്ട് ഇദ്ദേഹം വന്നത്, ഇതിനു മുമ്പും വേറൊരു കുത്തിത്തിരിപ്പ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത്, ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട്, മറ്റുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവനവന്റെ രാഷ്ട്രീയം പിന്തുടരാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പൊ ആ സ്വാതന്ത്ര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം പറയാം. പക്ഷെ ആ പറയുന്നതിനൊക്കെ ഒരു പരിധി വേണം. ആ പരിധിയെല്ലാം വിട്ടിട്ട് ഇതുപോലെ അളിഞ്ഞ വർത്തമാനം പറയുമ്പോ, എന്നിട്ടും ഈ മനുഷ്യൻ അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഏതാണെന്നറിയോ? BJP-യുടെ ഷോൾ ഇട്ടിട്ടുള്ള ഫോട്ടോയാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പ്രസ്താവന. നിങ്ങൾ ആ പ്രസ്താവന ഒന്ന് കണ്ടു നോക്ക്. കണ്ടോ? ഇദ്ദേഹത്തിന്റെ ഇതിൽ എഴുതിയിട്ടുള്ളതിൽ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഫോട്ടോയില് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്, ഈ നസീർ എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തിരിക്കുന്നത് BJP ഷോൾ ഇട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ അപ്പൊ എവിടുന്ന് വന്നതാണ് ഇദ്ദേഹം? ഇപ്പോഴാണ് ഈ നസീർ എന്ന് പറയുന്ന AK നസീറിന്റെ കൃത്യമായ രൂപം, അയാൾ ചെന്ന് ചേരേണ്ടതും അയാൾ നിൽക്കേണ്ടതും എല്ലാം ഈ പറയുന്ന ചേരേണ്ട അടുത്താണ് ചെന്നത്. എനത്തി ചേരും എരണ്ട വെള്ളത്തിൽ ചേരുന്നാ പറയാ. അപ്പൊ ഈ എരണ്ട ചെന്ന് ചേർന്നിട്ടുള്ളത് ചേരേണ്ട ഇടത്താണ്. ഒരുപാട് ബഹുമാനങ്ങളും ഒരുപാട് സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പറയാൻ, നസീർ സാറേ, ഇത് നിങ്ങൾക്ക് ചേരുന്നതല്ല. നിങ്ങൾ വന്ന വഴി മറക്കരുത്. നിങ്ങൾ നാലാളുടെ മുമ്പിൽ അറിയപ്പെട്ടത് BJP എന്ന പാർട്ടിയിൽ വന്നിട്ട് തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ട് രാജിവെച്ച് നിങ്ങൾ പുറത്തു പോവുക. എന്നിട്ട് ആ മാന്യത കീപ്പ് ചെയ്യാം. ആ മാന്യത കീപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാന്യത ഉണ്ടാവുന്നത്. അല്ലാതെ നിങ്ങൾ ഈ വന്ന വഴി മറന്നിട്ട് അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ അരോചകമാണ്. അരോചകം നിങ്ങളുടെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമുള്ള സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ചെന്ന് കയറി കൊടുത്തത് എവിടെയാണെന്നുള്ളതിൽ ആ സഹതാപം മാത്രമേ നിങ്ങളോടുള്ളൂ. ബാക്കി ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രസ്ഥാനങ്ങളിലൊന്നും പോവാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചേരേണ്ടടുത്ത് തന്നെ നിങ്ങൾ ചെന്ന് ചേർന്നെങ്കിൽ
10,000 പേരെ കൊലക്കി കൊടുത്ത ഒരു പാർട്ടിയിൽ തന്നെ ചെന്ന് ചേർന്നതാണ് ഈ നസീർ. അപ്പൊ ഇദ്ദേഹം ചേരേണ്ടടുത്താണ് ചേർന്നത്. അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല. അയാളുടെ ഇഷ്ടം, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷെ അവിടെ ചെന്ന് നിന്നുകൊണ്ട്, പോയിട്ട് ആകെ 2 ദിവസമല്ലേ ആയുള്ളൂ, ഇക്കണ്ട കാലം നമ്മുടെ പക്ഷത്ത് നിന്നിരുന്ന ആളാണല്ലോ. അവിടെ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുരയ്ക്കുന്നത് വളരെ വളരെ ലജ്ജാകരമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ലജ്ജാകരമാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. എന്ത് കാര്യങ്ങൾക്കായാലും വന്ന വഴി മറക്കരുത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോ, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷെ സ്വന്തം വ്യക്തിത്വത്തിന് മങ്ങലേൽക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. കാരണം മനുഷ്യനായാൽ ആദ്യം മനുഷ്യനാവണം. മനുഷ്യനായില്ല എന്നുണ്ടെങ്കിൽ അവൻ ഏത് പാർട്ടിയോ ഏത് മതമോ ഏത് രാഷ്ട്രീയമോ ഏതായിട്ടും കാര്യമില്ല. സ്വന്തം മനസ്സ് നന്നാവണം. എന്നിട്ട് പറയുന്നതാണ് ഇയാള് അവിടെ തുടരാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, പോവാൻ പാടില്ല. ഇയാൾ ആരാണ് ഇതൊക്കെ പറയാനായിട്ട്? ഇയാള് ഇത്രയും വലിയ നീചനാണെന്ന്, ഇത്രയും വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഒരു വ്യക്തി, നല്ലൊരു വ്യക്തി എന്നുള്ളതിൽ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ, നിങ്ങൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടും ഞങ്ങൾ എല്ലാവരും നിങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ പണ്ടത്തെ ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ മോശമാണ്, വളരെ മോശം. ഇനി കൂടുതലൊന്നും നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. അത്രയ്ക്ക് മോശമായി പോയി. പല കുടുംബത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ പുറമെയുള്ളവരാണോ ഒരു കുടുംബത്തെ പ്രശ്നം തീർക്കുന്നത്? കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ കുടുംബങ്ങളിലുള്ളവർ തീർത്തോളും. നിങ്ങൾ അതിൽ കൂടുതൽ മനസ്സ് വേദനിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. ഓരോ കുടുംബത്തെയും, അത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള വഴക്കാണെങ്കിലും അച്ഛൻ മക്കൾ അമ്മ തമ്മിലുള്ള വഴക്കാണെന്നുണ്ടെങ്കിലും ഓരോ കുടുംബത്തെ സ്വകാര്യത അവരുടെ കുടുംബത്തെ സ്വകാര്യതയാണ്. അതിൽ അവർക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള അർഹതയുള്ളൂ. ബാക്കി പുറമെ നിൽക്കുന്നവൻ വെറും നോക്കുകുത്തികൾ മാത്രമാണ്. ആ നോക്കുകുത്തികൾ ആവരുത്. ഒരാളുടെയും കുടുംബത്ത് കയറിയിട്ട് സംസാരിക്കാൻ പോവരുത്. അത് നാണം കെടും. അവരവരുടെ സ്വന്തം നാണക്കേടിന് വഴിയൊരുക്കുമെന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഈ അന്തം കമ്മികളോട് പറയാനില്ല. സ്വന്തം കേരളം എന്താ പറയാ, വരിച്ച് മുടിച്ച് അവസാനിപ്പിച്ച് കേരളത്തിന്റെ അവസാനമായി നിൽക്കുന്ന ഈ അവസ്ഥയിലും മറ്റുള്ളവന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്ന അന്തം കമ്മി മാക്രികളെ, നിങ്ങൾക്ക് നാണവും ലജ്ജയും മാനവും ഉടുപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്ക്. സ്വന്തമായിട്ട് തുണി ഉരിഞ്ഞ്, സ്വന്തമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ സ്വന്തമായിട്ട് തുണിയുരിച്ച് നൂല് വസ്ത്രമില്ലാതെ പൊതുനിരത്തിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവരെ നോക്കി കളിയാക്കിച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ വൈകൃതം, ഇത് നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. നിങ്ങളുടെ ഈ മനസ്സിന്റെ വൈകൃതം അത് നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് നാണം കെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.